പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 മെയ് മാസം 20 ചൊവ്വാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്കൊരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. കരങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാണ്ട് സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ലേ? ഒന്നോർത്ത് നോക്കി, എത്ര അത്ഭുതകരമായിട്ടാണ് കർത്താവ് നമ്മളെ സൂക്ഷിച്ചത്. സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന് നമ്മളെ അനുഗ്രഹിച്ചില്ലേ? കർത്താവിൻ്റെ വൻ കൃപയ്ക്കായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തീശുവിൽ നമ്മളെ ജയത്തോടെ നടത്തുന്ന ദൈവത്തിന്, ആമേൻ, സൗഖ്യത്തോടെ നടത്തുന്ന ദൈവത്തിന്, ആനന്ദത്തോടെ നടത്തുന്ന ദൈവത്തിന് സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു, അങ്ങയുടെ നാമത്തെ ഞങ്ങൾ ഉയർത്തുന്നു. 57 സങ്കീർത്തനത്തിൽ പറയുന്നു, അതിൻ്റെ 2-ാമത്തെ ഭാഗം, അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ. 8-9 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നത്: എൻ മനമേ ഉണരുക, വീണയും കിണരുമായുള്ളവേ ഉണരുവീൻ, ഞാൻ അധികാരത്തുണരും. കർത്താവെ, വംശങ്ങളുടെ ഇടയിൽ ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യും, ജാതികളുടെ മധ്യേ ഞാൻ കർത്താവിന് കീർത്തനം ചെയ്യും. കർത്താവിൻ്റെ ദയ ആകാശത്തോളം വലിയത്, കർത്താവിൻ്റെ വിശ്വസ്ത മേഘങ്ങളോളം വലിയതല്ലോ. ദൈവമേ, അങ്ങ് ആകാശത്തിന് മീതെ ഉയർന്നിരിക്കണമേ. കർത്താവിൻ്റെ മഹത്വം സർവ്വഭൂമിയിലും പരക്കട്ടെ. നമുക്ക് കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അങ്ങയുടെ വൻ കൃപയ്ക്കായിട്ട് സ്തോത്രം, അങ്ങയുടെ സ്നേഹത്തിനായിട്ട് സ്തോത്രം, ഞങ്ങളോടുള്ള അങ്ങയുടെ വാത്സല്യത്തിനായിട്ട് സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. തൻ്റെ കുഞ്ഞുങ്ങൾ ഏത് സാഹചര്യത്തിലായിരിക്കുന്നോ അവിടെ ദൈവിക അനുഗ്രഹവും വിടുതലും യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. പ്രത്യേകിച്ച് കർത്താവെ, മനസ്സ് തകർന്നിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പല പല വിഷയങ്ങളാൽ മനസ്സിന് സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ ഭാരപ്പെട്ടിരിക്കുന്നവർ ഇന്ന് പ്രഭാതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവർക്ക് സമാധാനമുണ്ടാകട്ടെ, അവർക്ക് സ്വസ്ഥതയുണ്ടാകട്ടെ, അവർക്ക് സന്തോഷമുണ്ടാകട്ടെ. ആമേൻ. ആമേൻ, ഡിപ്രഷനുകളും മാറി പ്രത്യാശയുള്ളവരായി തീരട്ടെ. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. അതുപോലെ കർത്താവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് അത്ഭുതകരമായ സൗഖ്യമുണ്ടാകട്ടെ. ആമേൻ ആമേൻ. രോഗമുള്ള ഭാഗങ്ങളിൽ കർത്താവിൻ്റെ ആണിപ്പാടുള്ള കൈ ഇപ്പോൾ വച്ചിരിക്കുന്നതിനായി സ്തോത്രം. നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആ ട്യൂമറുകൾ അപ്രത്യക്ഷമായി പോകട്ടെ. ആമേൻ. ആ ശരീരത്തിലുണ്ടായിരിക്കുന്ന ഗ്രോത്തുകൾ യേശുവിൻ്റെ നാമത്തിൽ അപ്രത്യക്ഷമായി പോകട്ടെ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. എല്ലാ ജോയിൻറ്റ് റിലേറ്റഡ് പ്രോബ്ലംസും, ആർത്രൈറ്റിസിൻ്റെ രോഗങ്ങളും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ജീസസ്. ആമേൻ. ആമേൻ. മുടി പൊഴിഞ്ഞ് ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ അത് സൗഖ്യമാകട്ടെ. ആ മുടി കൊഴിച്ചിൽ ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിൽക്കട്ടെ. ദൈവിക അത്ഭുതം അവിടെ സംഭവിച്ചിരിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവേ, സ്കിന്നിൻ്റെ കളർ മാറുന്നത് മുഖാന്തരം മാനസികമായി ഭയങ്കര വിഷമം അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ സ്കിന്നിൻ്റെ ആ കളർ ചേഞ്ച് മാറി നോർമൽ സ്കിൻ കളറായി തീരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതം സംഭവിക്കട്ടെ. പ്രത്യേകിച്ച് കണ്ണിൻ്റെ താഴെ, ആമേൻ, കണ്ണിൻ്റെ താഴെ ആമേൻ അലർജി വന്നിട്ട് മുഖത്ത് ആമേൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. കൺപോളയിലുള്ള അലർജികൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതുപോലെ മാനസികമായ ആമേൻ ആമേൻ വിഭ്രാന്തിയിൽ ആമേൻ ജീവിക്കുന്ന പ്രിയപ്പെട്ടവർ ഇപ്പോൾ സൗഖ്യമാകട്ടെ. മെൻ്റൽ ഇൽനെസ്സുകളെല്ലാം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിക്കട്ടെ. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തി നടക്കുന്നതിന് സ്തോത്രം. ലോകവ്യാപകമായി കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന എല്ലാ അഭിഷക്തദാസന്മാരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ മേൽ പ്രത്യേക കൃപയും കർത്താവിൻ്റെ ഫേവറും ഉണ്ടാകുന്നതിനായി സ്തോത്രം. പരിശുദ്ധാത്മാവിന് ഞങ്ങൾ നന്ദി പറയുന്നു. 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയ്ക്കായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, 24 മുതൽ 30 വരെയുള്ള ആ 7 ദിവസങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട ദിവസങ്ങളായി മാറട്ടെ. വലിയ കാര്യങ്ങൾ കർത്താവിൻ്റെ സഭയിൽ കർത്താവ് ചെയ്യുകയും തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ യഥാസ്ഥാനപ്പെടുത്തുകയും ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ട ദൈവത്തിന് സ്തോത്രം. സകല മഹത്വവും പുകഴ്ച അപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്നലത്തെ മീറ്റിങ്ങിനെ കർത്താവ് അനുഗ്രഹിച്ചു.
അതിന് നമുക്ക് കരമുയർത്തി ഒന്നുകൂടെ സ്തോത്രം പറയാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നാളെ കർത്താവ് അനുവദിച്ചാൽ ഇന്ത്യൻ സമയം 9:30 നമ്മുടെ മീറ്റിംഗ് ഉണ്ടായിരിക്കും. നിങ്ങൾ പ്രാർത്ഥനയോടുകൂടെ വേണം അതിൽ പങ്കെടുക്കുവാൻ. ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കണം നാളത്തെ മീറ്റിങ്ങിന് വേണ്ടി. എന്നിട്ട് കർത്താവ് അനുവദിക്കുന്ന പക്ഷം അവൻ തക്ക സമയത്ത് നിങ്ങൾ ജോയിൻ ചെയ്താൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമാകും. വിട്ടുപോകല്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്ന ആലോചന 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം അതിൻ്റെ 58-ാമത്തെ വാക്യമാണ്. ആകയാൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ അല്ലെങ്കിൽ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കുക. കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരുമായിരിക്കുവിൻ. ഞാനും നിങ്ങളും ഇന്ന് കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ ഓർപ്പിക്കുകയാണ്. ദൈവവേലയിൽ ദൈവത്തെ സേവിക്കുന്നതിൽ വർദ്ധിച്ചു വരുന്നവരായിരിക്കണം. ആമേൻ. ഇന്നലത്തെ മെസ്സേജിനകത്ത് നമ്മൾ 3 താക്കോലുകളാണ് പറഞ്ഞത്. സ്വർഗം നമ്മുടെ മുകളിൽ തുറക്കപ്പെടുന്നതിനുള്ള 3 താക്കോലുകൾ. അതിനകത്ത് ഒരു താക്കോലായിരുന്നു ദൈവത്തെ സേവിക്കുക. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരുന്നവരായിരിക്കണം. ഇന്നലെ ചെയ്തതിനേക്കാളും അധികം ഇന്ന് കർത്താവിന് വേണ്ടി ചെയ്യുവാൻ കർത്താവിൻ്റെ ആത്മാവ് ഈ പ്രഭാതത്തിൽ നമ്മളെ ഓർപ്പിക്കുക. അതുകൊണ്ടാണ് പറഞ്ഞത് കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരും. നിങ്ങൾ കുടുംബമായി ദൈവവേല ചെയ്യുന്നവരായിരിക്കണം. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കർത്താവിൻ്റെ വേല ചെയ്യുവാൻ പ്രോത്സാഹിപ്പിക്കണം. നിങ്ങളും കർത്താവിൻ്റെ വേലയിൽ മുതിർന്നു വരുന്നവരായിരിക്കണം. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമാകും. നമ്മൾ ചോദിക്കും, എന്തുവാ കർത്താവിൻ്റെ വേല ചെയ്യുക എന്ന് പറഞ്ഞാൽ, സുവിശേഷത്തിൻ്റെ അഡ്വാൻസ്മെൻറ്റിന് വേണ്ടി ഈ ഭൂമിയിലേക്ക് നമ്മളെ അയക്കുമ്പോൾ ദൈവിക പദ്ധതിയിലാണ് നമ്മളെ എല്ലാവരെയും അയച്ചിരിക്കുന്നത്. ഒരുപക്ഷെ നമ്മളെ കർത്താവ് അയക്കുമ്പോൾ ഒരു സാധാരണ ജോലിക്ക് വേണ്ടി ആയിരിക്കാം വിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഹൈ ഒഫീഷ്യലായിട്ടായിരിക്കാം വിട്ടിരിക്കുന്നത്, ബിസിനസ്സുകാരായിട്ടായിരിക്കാം വിട്ടിരിക്കുന്നത്, ഫുൾ ടൈം കർത്താവിൻ്റെ വേലക്കാരായിട്ടൊക്കെ ആയിരിക്കാം വിട്ടിരിക്കുന്നത്. പക്ഷേ എന്താണെങ്കിലും, നിങ്ങൾ ഫുൾ ടൈം വേലക്കാരാണെങ്കിലും, നിങ്ങൾ കളക്ടർമാരാണെങ്കിലും, നിങ്ങൾ മന്ത്രിമാരാണെങ്കിലും, നിങ്ങൾ മാനേജർമാരാണെങ്കിലും, നഴ്സുമാരാണെങ്കിലും, കോൺട്രാക്ടർമാർ ആരുമായിക്കോട്ടെ, ക്രിസ്തുവിലാണോ നിങ്ങൾ സുവിശേഷ വേലയുടെ ഭാഗമായിട്ടാണ് ഭൂമിയിൽ നിൽക്കുന്നത്. കർത്താവ് നിങ്ങളെ ആരോഗ്യത്തോടെ നിർത്തിയിരിക്കുന്നത്, കർത്താവ് നിങ്ങളെ സൗഖ്യത്തോടെ നിർത്തിയിരിക്കുന്നത് കർത്താവിൻ്റെ വേലയിൽ നിങ്ങൾ വർദ്ധിച്ചു വരുവാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ആ ഒരു ബോധ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. കർത്താവിൻ്റെ വേലയിൽ എനിക്ക് വർദ്ധിച്ചു വരണം, കർത്താവിൻ്റെ വേലയിൽ എനിക്ക് മുന്നേറണം എന്ന ഒരു വലിയ ബോധ്യം നമുക്കുണ്ടാകണം. എല്ലാ ദിവസവും കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ സുവിശേഷത്തിൻ്റെ വർധനവിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യണം. അത് നമ്മുടെ ഭയങ്കര ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമാണ്. അത് മറന്നു പോകൽ. നമ്മുടെ ഈ ലോകത്തിൽ വന്ന് ജോലി തിരക്കുകളും ഉപജീവന ചിന്തകളും അതുപോലെ തന്നെ കുടുംബ ഭാരാബ്ദങ്ങളും ഒക്കെ ആയി കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ ദൗത്യത്തെ മറന്നു പോവുകയാണ്. എന്നാൽ എല്ലാ ദിവസവും രാത്രിയിൽ കർത്താവിൻ്റെ കൃപയാൽ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് ഒന്ന് നമ്മളെ ഒന്ന് അസസ് ചെയ്ത് നോക്കണം. ഇന്ന് ഞാൻ കർത്താവിൻ്റെ വേലയിൽ എന്ത് ചെയ്തു? ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ ആരും യാദൃച്ഛികമായിട്ട് കേൾക്കുകയല്ല. നിങ്ങൾ ദൈവവേലയിൽ വർദ്ധിച്ചു വരണമെന്നും കർത്താവിൻ്റെ വേലയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് കർത്താവ് ആഗ്രഹിക്കും. ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒരു ഹാഫ് ആൻ അവർ ടൈം കർത്താവിൻ്റെ വേലയുടെ വളർച്ചയ്ക്ക് വേണ്ടി, സഭയുടെ അനുഗ്രഹത്തിന് വേണ്ടി, ശുശ്രൂഷകന്മാരുടെ ശക്തീകരണത്തിന് വേണ്ടിയൊക്കെ നിങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കണം. അതൊരു സുവിശേഷ വേലയാണ്. നമ്മൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അത് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതല്ലേ. രാവിലെ എഴുന്നേറ്റതും നമ്മൾ പ്രാർത്ഥിക്കുന്നതും നമ്മുടെ കാര്യങ്ങൾ നടത്തണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു, അത് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. എന്നാൽ മോർ ദാൻ ദാൻ, കർത്താവെ ഞങ്ങളുടെ സഭയെ അനുഗ്രഹിക്കണമേ. കർത്താവെ ഞങ്ങളുടെ സഭയുടെ അതിരുകളെ വിസ്താരമാക്കണമേ. ഞങ്ങളുടെ അഭിഷക്തനെ അനുഗ്രഹിക്കണമേ. കർത്താവെ ദൈവവചനത്തെ ശക്തിയോയി ഘോഷിപ്പാൻ കർത്താവ് കൃപ കൊടുക്കണമേ എന്ന് പറഞ്ഞ് ഒരു ഹാഫ് ആൻ അവർ മാറ്റിവെച്ച് പ്രാർത്ഥിക്കുന്നെങ്കിൽ അത് ഒരു ദൈവവേലയുടെ ഭാഗമാണ്. നിങ്ങളായിരിക്കുന്ന സഭയിൽ നിങ്ങളാലാകുന്ന സഹായങ്ങൾ ചെയ്യുന്നത്, സാമ്പത്തിക സഹായം മാത്രമല്ല, അവിടെ പോകുന്നു, അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു, ജനത്തെ സ്വീകരിക്കുന്നു, ജനത്തിന് ആവശ്യമായ സൗകര്യങ്ങൾ, ആരാധനയ്ക്ക് വരുന്നവർക്ക് ആവശ്യമായ സൗകര്യങ്ങളെ ക്രമീകരിച്ചു കൊടുക്കുന്നു. ഇതൊക്കെ ദൈവവേലയുടെ ഭാഗമാണ്. ഹല്ലേലൂയ. അല്ലെങ്കിൽ സഭായോഗത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി ഉപവസിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ കർത്താവിൻ്റെ വേലയുടെ ഭാഗമാണ്. അപ്പോൾ ഈ ദിവസങ്ങളിൽ ദൈവമക്കൾ ആ വേലയിൽ വർദ്ധിച്ചു വരണം. ഇന്നലെ ചെയ്തതുപോലല്ല, ഇന്ന് അതിലും അധികമായിട്ട് ചെയ്യണം. കേൾക്കുന്ന എല്ലാവരും ഓർത്ത് നോക്കിക്കോണം കേട്ടോ. നമ്മൾ ദൈവവേലയിൽ വർദ്ധിച്ചു വരണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ കർത്താവിൻ്റെ വരവ് താമസിച്ച് നമ്മൾ അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവെങ്കിൽ നമ്മൾ എടുക്കപ്പെടുകയാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ കർത്താവിന് വേണ്ടി ചെയ്തതിനാണ് നമുക്ക് പ്രതിഫലം തരുന്നത്. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ കർത്താവിൻ്റെ വേലയിൽ ബ്രദർ വർദ്ധിച്ചു വരണം, സിസ്റ്റർ വർദ്ധിച്ചു വരണം, കുഞ്ഞെ നിങ്ങൾ കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരണം. ഡു സംതിങ് ഫോർ ഗോഡ് എവറി ഡേ. എല്ലാ ദിവസവും കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം.
ആമേൻ. അത് നിങ്ങളുടെ മുകളിൽ സ്വർഗം തുറക്കുന്നതിന് കാരണമാകും. നിങ്ങൾക്ക് സ്പെഷ്യൽ ഫേവറും ഗ്രേസും നിങ്ങൾക്ക് എല്ലായിടത്തും ഉണ്ടാകാൻ ഇടവരും. നിങ്ങളുടെ മേൽ പ്രത്യേക ദൈവിക അധികാരം വെളിപ്പെടും. ഹല്ലേലൂയ. സ്വർഗീയ പ്രതിഫലങ്ങളെ നിങ്ങൾക്ക് ലഭിക്കും. ഹല്ലേലൂയ. ഇതൊക്കെ ദൈവവേലയിൽ ആയിരിക്കുന്നവർക്കുണ്ടാകുന്ന ആമേൻ അനുഗ്രഹങ്ങളാണ്. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വേഗത്തിൽ മറുപടികളൊക്കെ കിട്ടും കർത്താവിൻ്റെ വേല ചെയ്യുന്നവരാണെങ്കിൽ കേട്ടോ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരണം. നിങ്ങളുടെ പ്രായമോ വിദ്യാഭ്യാസമോ നിങ്ങളുടെ പൊസിഷനോ ഒന്നും ഇതിനെ ബാധകമല്ല. എല്ലാവരെയും വിളിച്ചിരിക്കുന്ന കർത്താവിൻ്റെ വേലയുടെ ഭാഗമാകാൻ. അത് ഇപ്പം നമ്മൾ വടക്കേ ഇന്ത്യയിൽ പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. അവൻ ഫുൾ ടൈം ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ദൈവം തന്ന സാഹചര്യത്തിനും സമയത്തിനും അനുസൃതമായി കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരുവിൻ. കർത്താവ് നിങ്ങളെ ഈ വചനത്താൽ അനുഗ്രഹിക്കട്ടെ. മറ്റു ചിലർ കൂടെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം, അവരും ഈ വചനം കേൾക്കട്ടെ കേട്ടോ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ കടൽ തീരത്തിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു വരികയും വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. God bless you. God bless you. God bless you.